നല്ല മനുഷ്യരാ കേട്ടോ. നിങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുവാണോ? കൊച്ചിനെ എഴുത്തിനിരുത്തണ്ടേ? ഇന്ന് ലാസ്റ്റ് ഡേറ്റാ. എന്തിൻ്റെ? മലയാള മനോരമയിൽ എഴുത്തിനിരുത്തണ്ടേ? വിദ്യാരംഭം കുറിക്കണ്ടേ? ഇന്ന് 27-ാം തീയതി. ഇന്ന് ലാസ്റ്റ് ഡേറ്റ്. ഇന്ന് രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവസാനം ഇനി പത്ര ഓഫീസിലൊന്നും പോയിട്ട് കൊച്ചിനെ എഴുത്തിനിരുത്താൻ സാധിക്കത്തില്ല. ഇനി അവസാനം കൊച്ചിൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ കണ്ട അമ്പലങ്ങളിലോ ഒക്കെ എഴുത്തിനിരുത്തേണ്ടി വരും കേട്ടോ. പറഞ്ഞേക്കാം. നമ്മൾ ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ട എവിടെയാണ്? പത്ര ഓഫീസിൽ. പത്ര ഓഫീസിലൊന്നും നടന്നില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ കണ്ട അമ്പലങ്ങളിലോട്ടും അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനെയോ അമ്മയോ മുത്തശ്ശനെയോ മുത്തശ്ശിയെ കൊണ്ടൊക്കെ എഴുത്തിനിരുത്താവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ര ഓഫീസിലിരിക്കുന്നവർക്കാണ് ഈ കുട്ടി പഠിച്ച് പാസ്സായി മിടുക്കനായി വളരണമെന്ന് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ളവർ. മനസ്സിലായോ? അല്ലാതെ കുട്ടിയുടെ അച്ഛനോ അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാം ആണോ? നിങ്ങൾ നോക്കിയിരിക്കുക. അത് വിളിക്കുന്ന 27 പെട്ടെന്ന് വിളിക്കുക. എന്നിട്ട് രജിസ്റ്റർ ചെയ്യും. കമോൺ. അല്ല പിന്നെ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്ത് കാര്യത്തിനാണ് ഈ കുട്ടികളെ കൊണ്ട് ഈ പത്ര ഓഫീസിലൊക്കെ കൊണ്ടുപോയിട്ട് ഈ എഴുത്തിനിരുത്തുന്നത്? മറ്റൊന്നുമല്ല, അവിടെ കുറച്ച് പ്രമുഖർ വരും. അവരാണ് എൻ്റെ കുട്ടിയെ ആദ്യാക്ഷരം കുറിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ അതിൻ്റെയൊക്കെ കിട്ടും. ഇതുകൊണ്ട് തൂക്കിയിടാൻ വേണ്ടിയിട്ട് അല്ലേ? അല്ലാതെ വേറെ എന്തോന്നു? ഈ കുട്ടി ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ പഠിച്ച് മിടുക്കനായിട്ട് വളരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അവരാണോ? കുട്ടിയുടെ അച്ഛനോ അമ്മയും മുത്തച്ഛനോ മുത്തശ്ശി അവരായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവരെ കൊണ്ട് ജയിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. എന്തിനാണ് ഈ കാട്ടായെല്ലാം? അതും പ്രത്യേകിച്ച് ഈ മലയാള മനോരമ പോലുള്ള ഓഫീസുകളിൽ അവർ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു സംസ്കാരമാണല്ലോ ഈ പാദപൂജ പോലുള്ള ഗുരുക്കന്മാരെ വന്ദിക്കുക, പാദപൂജ. ഇതിനെതിരെ ഇവന്മാർ കിടന്ന് തുള്ളിയത് ഓർക്കുന്നുണ്ടോ? 2 മാസം ആയതേ ഉള്ളൂ. ഞാൻ അന്നേ ആലോചിച്ച ആ സംസ്കാരത്തെ തള്ളിപ്പറഞ്ഞ് ഇവർക്ക് ഈ വിദ്യാരംഭം നടത്താനായിട്ട് എന്ത് യോഗ്യതയുള്ളത്? കൊണ്ടുപോകും, കുട്ടികളുമായിട്ട് അങ്ങോട്ട് ചെല്ല്. സത്യം പറഞ്ഞ് ഇവർക്ക് ആത്മാർത്ഥത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ബിസിനസ് അല്ലാതെ വേറെ എന്തോന്ന്? നിങ്ങൾ ഈ ഗുരുപൂജ പോലുള്ള സംഭവത്തിന് എന്തോ ഫീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവർ ഇതും ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നാരീ പൂജ അല്ല ഗുരുപൂജ, ഗുരുക്കന്മാരെ വന്ദിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ഹിന്ദുക്കളുടെ സംസ്കാരത്തിൽപ്പെട്ട ഒരു സാധനമല്ലേ, ഒരു സംഭവമല്ലേ? അതിനെ എതിർത്തിട്ട് നാക്ക് വായിലോട്ടിട്ടില്ല. ദേ കിടക്കുന്ന വിദ്യാരംഭം എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുക. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് കുരു പൊട്ടുന്ന ആൾക്കാർ പറയാൻ പോകുന്ന കാര്യം വേണം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അതായത് ഇവർ പറയുന്നത് എത്രേ ഉള്ളൂ, നിനക്കെന്തിൻ്റെ സുഖേടാ ചേട്ടാ, ഞങ്ങളുടെ കൊച്ചിനെ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് എഴുത്തിനിരുത്തും, അതിന് നിനക്കെന്നാ ഇത്ര ചൊറിച്ചിലെന്നായിരിക്കും ചോദിക്കാൻ പറ്റുന്നത്. ആയിക്കോട്ടെ, എവിടെയെങ്കിലും കൊണ്ട് എഴുതിച്ചോ. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ, ഹിന്ദുക്കളുമായിട്ട് ബന്ധപ്പെട്ട ഒരാചാരം കൊച്ചിനെ എഴുത്തിനിരുത്തുക എന്നുള്ള ഒരാചാരം. ഇത് പണ്ട് തൊട്ടേ എങ്ങനെയായിരുന്നു? ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ഏതെങ്കിലും ഒരു ഗുരുക്കന്മാരോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മുത്തച്ഛനോ മുത്തശ്ശിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കർമ്മം. അതിപ്പോൾ പത്ര ഓഫീസിലോട്ട് മാറ്റിയത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തൊരു യുക്തി ഞാനിങ്ങനെ ആലോചിച്ചെന്നുള്ളൂ. ഇനി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഇതൊക്കെ എവിടെയൊക്കെ കൊണ്ട് എഴുതിക്കുമ്പോൾ ഇപ്പോൾ പത്ര ഓഫീസ് വരെ ഇനി വേറെ സ്ഥലത്തോട്ടൊക്കെ ഇനി തുണിക്കടക്കാരും സ്വർണ്ണക്കടക്കാരും അങ്ങനെയുള്ള പലരും ഇനി ഹോട്ടലും അവരൊക്കെ ഇനി പ്രത്യേകിച്ച് ഇന്ന പോലെ ഇന്ന പ്രമുഖരാണ് അക്ഷരം എഴുതിക്കാൻ വരുന്നത്, നിങ്ങൾ വരൂ എന്നും ഹോട്ടൽ സീലാൻഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരസ്യം കൊടുക്കും. പറഞ്ഞാൽ കുട്ടികളുമായിട്ട് അങ്ങോട്ട് വരും. എന്നാത്തിനാ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ന പ്രമുഖനാണ് എൻ്റെ കുട്ടീനെ എഴുത്തിനിരുത്തിയത് എന്ന് പറഞ്ഞ പോലെ പത്ര ഓഫീസ് മാത്രമാക്കുന്ന എന്നാത്തിനാ? ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പത്ര അക്ഷരമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ പറ്റട്ടെ. മുന്നോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സകലതും അങ്ങനെ തന്നെയാവും. നിങ്ങൾ മറ്റുള്ളവരെ നോക്ക്. ക്രിസ്ത്യൻസിനെ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ നോക്ക്. അവരവരുടെ ആചാരം എന്തോ ആയിക്കോട്ടെ, നല്ലതോ ചീത്തയോ, പക്ഷേ അവർ അവരുടെ പള്ളിയിലച്ഛനെ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഉസ്താദിനെ കൊണ്ടൊക്കെയോ അവർ ജയിക്കത്തുള്ളൂ. അവർ ഈ കണ്ട വേറെ സ്ഥാപനങ്ങളിലൊന്നും അവരുടെ ആചാരമൊന്നും അവർ നടത്തത്തൊന്നുമില്ല. ഹിന്ദുക്കളാണ് ഇങ്ങനെ എന്തെങ്കിലും അവനവൻ്റെ സംസ്കാരം എന്താ ഏതാ എന്നതാ. എനിക്ക് ഈ ജാതിക്കകത്ത മതത്തിനകത്തൊന്നും ഒരു വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മളിങ്ങനെ അതാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇവരെന്താ ഇങ്ങനെ? ചേട്ടാ ഇതിങ്ങനെ അല്ലായിരുന്നല്ലോ. ഇതിനെയൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ ഓരോ രീതിയിലോട്ടായി പോകുന്ന കാണുമ്പോഴത്തേക്കും അറിയാതെ പറഞ്ഞു പോകുന്ന, ക്ഷമിച്ചേക്ക്, വിട്ടേക്ക്, ഓക്കെ.